ഞാൻ അടിക്കും കേട്ടോ. ഗ്രീൻ ആപ്പിൾ ഗുഡ്. അവ വന്നു. ഇന്ന് അടി നിർത്തരുത്. അയ്യോ ഇന്ന് ഇത് പറഞ്ഞടിക്കോളൂ. ഞാൻ നാളെ തൊട്ട് ഇന്ന് നാളെ അടിക്കുള്ളൂ. ഇന്ന് റെസ്റ്റ് വേണം, കാരണം എനിക്ക് നാളെ അടിക്കാനുള്ളതാണ്. ഓക്കെ, അത് ഇന്ന് ഞാൻ അടിക്കത്തില്ല. അവിടെ ഒരുത്തം വന്നതിനോട് പറയും രണ്ടെണ്ണം മേടിച്ച് കുടിക്കുന്നു. ഇന്ന് ജമാൻ വിവിയായിട്ട് ഒരു പുതിയ ആളാണ്. ജമൻ പുതിയ ഗിഫ്റ്ററാണ്. എന്നെ മാത്രമേ ഫോളോ ബാക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആരാ എന്താണെന്ന് അറിയത്തില്ല. എന്നിട്ട് ഇവിടെ പറയുകയാണ് വിവിയേട്ട, വിജി ഈ ജോബ് നിർത്തണം, ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യും. വിവിയേട്ടൻ, വിവിബ്രോ, ഷഡോ, ഇസ്രു, ബട്ടറു ഇവരെല്ലാവരും. അപ്പോൾ അവൻ ഒരു ഇതെടുത്തേക്കാണ് കേക്ക്. ഞാൻ വിജിയുടെ എനിക്കറിയില്ല ആരാണെന്ന്, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ആരാണെന്ന്. അല്ല അശ്വ ചേച്ചി, പുള്ളിക്കാരൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കോമഡിയാണ്. പുള്ളി ഭയങ്കര ഇംഗ്ലീഷാണ്, മലയാളിയല്ല. മലയാളിയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അങ്ങനെ എഴുതൂല. പച്ച നല്ല പഠിപ്പുള്ളൊരു ജോലിയുള്ള ചെക്കനാണ്. ആരാണെന്നറിയില്ല. പുള്ളിയും എന്നോട് പറയാം, ഞാൻ വരും വിജിയുടെ മുന്നിൽ, വിജി ജോബ് നിർത്തി ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ വിജയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുള്ളൂ. എന്നോട് ഭയങ്കര ക്രഷാണത്ര. ഞാൻ അവൻ്റെ ഡ്രീമാണെന്ന്, ഡ്രീം ഗേൾ ആണെന്ന്, സ്വപ്നസുന്ദരിയാണെന്ന് അവൻ്റെ സ്വപ്നത്തില്. ഇവിടെ എപ്പോഴും വരും, നല്ല സപ്പോർട്ടാട്ടോ. ഞങ്ങളിവിടെ ആൾക്കാർ അവനെല്ലാം എപ്പോഴും കളിയാക്കും. ആരെന്താന്ന് എനിക്കറിയത്തില്ല. മലയാളിയല്ല, പക്ഷെ മലയാളം അറിയാം. മലയാളം എഴുതണത് വായിക്കാൻ അറിയില്ല. അവന് മലയാളം സംസാരിക്കാൻ അറിയാം, എഴുതാൻ അറിയത്തില്ല. അവൻ്റെ അമ്മ മലയാളി, അവൻ്റെ അച്ഛനങ്ങാണ്ട് ഇംഗ്ലീഷ് അങ്ങനെ എന്തോ UP അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. ഇവിടെ വരാറുണ്ട്, ഇന്ന് വന്ന് നാട്ടിലാണ് തോന്നുന്നു. ഇത് ഞാൻ പറഞ്ഞു അബുദാബിയിലാന്ന് പറഞ്ഞ ആള്. പക്ഷെ നേരിട്ട് വരില്ല. നേരിട്ട് വരണമെങ്കിൽ ഞാൻ ഈ ജോബ് നിർത്തണം. ഇത് നിർത്തും. നല്ല വിയേട്ടാ. അതിന് പുള്ളിക്കാരൻ വാശിയിലാണ്. ഈ ജോലി നിർത്തിച്ചിട്ട് പുള്ളി ദുബായിൽ നിന്ന് പോകത്തുള്ളൂ ഇത്ര. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ആദ്യമായിട്ടല്ലേ വിയേട്ട ഒരാളിങ്ങനെ പറയണേ. അല്ല അശ്വ ചേച്ചി, ഈ ജോബ് നിർത്തണം, നീ ഈ ജോബ് നിർത്തി ദുബായിൽ വല്ലതും തുടങ്ങണം, നിനക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ചിന്നുകുട്ടി, CMS എന്നോട് പിണങ്ങി. CMSന് ആമി ബ്ലോക്ക് അടിച്ച് വിവിയേട്ടാ. അവിടെ പോയി ചിരിച്ചിട്ടുണ്ടെന്നില്ല.